കടകം കുണ്ടല കവച കിരീടം ചൂടി തിരുകോലം കെട്ടിയൊരുങ്ങി കുലദൈവത്താറ് വടമലമുടി ചിക്കിയുണക്കി വാൽക്കണ്ണിൽ ചെമ്പൊരി ചിന്തി വരദാഭയമുദ്രയണിഞ്ഞു വരുന്നേ പെരുമാള് വന്നേരിക്കോലം വാഴണ പൂരപ്പെരുമാള് കണിയാപുരം ദേവി. കണിയാപുരം ദേവിയാ? അല്ല, കണിമംഗലത്ത് ഉത്സവത്തിന് പൊളി ആൾക്കാരാന്നൊക്കെ വൈബ് ആൾക്കാര്. കണിമംഗലം കോലത്തെ കൊടിയേറിയ പിന്നെ ആൾക്കാരുടെ ഒരു ആവേശം നോക്കി. ആൾക്കാർക്ക് എന്താ ആവേശം കാണിച്ചുവിടാത്തത്? കാശ് പോയത് എന്റെ അല്ലേ? കാശ് പോയെങ്കിൽ എന്താ, എല്ലാരും തമ്പുരാനെന്നല്ലേ വിളിക്കുന്നേ, അതും 6-ാം തമ്പുരാൻ. ആ ഒറ്റ വിളിയിലാണ് പൊളിയണത്. ഉള്ള കാശും പോയി. ഒരു കൂട്ടുകാരോട് കുറച്ച് പൈസ ചോദിച്ചപ്പോ 2 ചാക്ക് പൈസയാണ് കൊണ്ടിറക്കിയത്. അതിന്റെ പലിശയൊക്കെ ഞാൻ എവിടെ നിന്നൊക്കെ കൊടുക്കും. പിന്നെ ഒറ്റ സമാധാനം എന്ന് പറയുമ്പോ എന്തായാലും പുഴക്കരയിലെ വട്ടക്കരയിൽ തിരുവാഭരണം കൊണ്ടുവരുമല്ലോ, അതിൽ നിന്ന് 2 വള ഞാനങ്ങ് എടുക്കും. ഉത്സവം കഴിഞ്ഞ അത് മൊത്തം തമ്പുരാനുള്ളതല്ലേ? ആണല്ല, അപ്പൊ ഞാൻ കിടക്കും. വിളിക്കൂ. എന്നപ്പോ നമുക്ക് ആ പാട്ട് ഒരുക്കും കൂടെ ഇട്ടാലോ? ഓക്കെ. കടലാടും കാവടി കടകം കുണ്ടല കവച കിരീടം ചൂടി തിരുകോലം കെട്ടിയൊരുങ്ങി കുലദൈവത്താറ് ഉത്സവപ്പറമ്പില് മരണക്കിണർ തുടങ്ങിയെന്നോന്നുണ്ടോ? അതെങ്ങനെ മനസ്സിലായി? ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടില്ലേ? അത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യണല്ല, അപ്പം തമ്പുരാൻ പറഞ്ഞാണ്. 16 കൊല്ലം മുമ്പ് ഞാൻ മുടക്കിയ ഉത്സവത്തിന് നീ കൊടിയേറ്റ് നടത്തിയല്ലേ? നീ ഉയർത്തിയ കൊടി നീ ആട്ടടിക്കുന്നോ അതോ ഞാൻ അടിക്കണോ? ഇന്നലെ അടിച്ചില്ലേ അല്ലേണ്ണ? അതെങ്ങനെ മനസ്സിലായി? ഡയലോഗ് നല്ല ക്ലാരിറ്റിയും തെറ്റിയുമില്ല. ആണോ? അടി നിർത്തിയപ്പോ ഭയങ്കര പഞ്ചാടോ. എങ്ങനെയാണെന്നോ ഈ പഞ്ച് ഡയലോഗ് ഒന്നും തിരിച്ചിട്ടെ. വേണ്ട ബാക്കി പിടിച്ചു. അയ്യോ മാറിപ്പോയി. നീ സൂത്രശാലിയായ ഒരു കുറുക്കനാണ്. നീ ഇപ്പം തമാശയുടെ അളവുമായി വന്നിരിക്കുകയാണ്. ഇവിടെ കൊടി ഉയർത്തിയാൽ ഞാൻ സമ്മതിക്കത്തില്ല. സമ്മതിച്ചാൽ തന്നെയും ഇവിടെ ഒരു ഭാരതപ്പുഴ ഒഴുകും. ഭാരതപ്പുഴയാ? ചോരപ്പുഴ ഒഴുകും. അടിച്ചൊന്നുമല്ല, ഇതിലൊരു ബീറ് മാത്രം അടിച്ചുള്ളൂ. അതാണ് പറഞ്ഞത്. ബാക്കി പിടിച്ചോളാം ഞാൻ. തമ്പുരാനെ, നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. പറയൂ. സമാധാനത്തിന്റെ പാതയിലേക്ക് നമുക്ക് ഇറങ്ങി വരാം. അതെന്താ നിനക്ക് ഇപ്പൊ അങ്ങനെ ഒരു മനം മാറ്റം? ഒന്നുമില്ല തമ്പുരാനെ, ഇപ്പൊ മൊത്തം വയലൻസിന്റെ കാര്യമല്ലേ. നമ്മളൊരു സിനിമ കാണാൻ ചെന്നാൽ തന്നെ സിനിമാ തിയേറ്ററിൽ എന്താ ഓടുന്നത്? പിന്നെ അതുപോയിട്ട് നമ്മൾ ടിവിയിൽ ഒരു ഉല്ലാസന്റെ സ്കിറ്റ് കാണാന്ന് വിചാരിച്ച അതിന്റെ താഴെയും എഴുതി കാണിക്കുന്നു മോസ്റ്റ് വയലൻസ് സ്കിറ്റ്. അതുകൊണ്ട് വയലൻസ് എല്ലാം വിട്ട് നമുക്ക് സമാധാനത്തിന്റെ പാതയിലേക്ക് ഇറങ്ങി വരാം. ഉണ്ണിമായ, അതങ്ങ് തിരിച്ചു കൊടുത്തേക്കൂ. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം വേണ്ട തമ്പുരാനെ, അതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ വാങ്ങിച്ചോ. ഇത് നമ്മൾ ഉയർത്തിയ കൊടിയാണ്, നമ്മൾ തന്നെ അഴിച്ചു വെച്ച് കൊണ്ടുവയ്ക്കും. ഒരു പ്രശ്നം. അയ്യോ അങ്ങനെ പറ്റത്തില്ല. അയ്യോ ഇത് കൊടി ഉയർത്തുക മാത്രമല്ല, നമ്മൾ തമ്മിൽ ഉടക്കണം. ഉടക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര അടിയുണ്ട്, ഫൈറ്റ് ഉണ്ട്. ഇല്ല തമ്പുരാനെ, സമാധാനം പറയരുത്. ഇത് എന്നോട് ഒരു കാര്യം സമാധാനം നീളത്തിലുള്ള വലിയ ഡയലോഗ് ഒക്കെ ഉള്ളതാണെന്ന് എന്റെ പൊന്നെ കണ്ണിമാങ്ങ. നീ എങ്കിലും കണ്ണിമാങ്ങ ഞാൻ ഉണ്ണിമായാണ്. എന്നോട് ഉടക്കാൻ നിൽക്കുന്ന കാര്യമല്ലേ പറഞ്ഞു. അവനോട് ഉടക്കാൻ പറയാം എന്നോട്. അല്ല, ഓടക്കാൻ താല്പര്യമില്ല. അയ്യോ ഇത് പിടിച്ചവിടുന്നു. കൊടി ഉയർത്തി കഴിഞ്ഞാൽ 7-ാം നാൾ ഉത്സവം അത് നടത്തിച്ചിട്ട് ഞാൻ നിന്നെ ഇവിടുന്ന് പിടുത്തുള്ളൂ. കൈയടിച്ച് കയറ്റി വെക്കാൻ പിള്ളേരെ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം എന്റെ രോമത്തിൽ പോലും തൊടില്ല. അങ്ങനെ ആസിക്കൽ റിസർവ് ബാങ്കിൽ നോട്ടടിക്കുന്ന പ്രശ്നമുണ്ടല്ലോ, കമ്മട്ടം. അതെടുത്ത് വെച്ച് തുലാഭാരം തൂക്കിയാലും മാരാരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. അതെനിക്ക് പണ്ടേ ഉള്ളൊരു സംശയമാണ് കേട്ടോ. ഈ കമ്മട്ടം കൊണ്ടുവച്ചാൽ ഈ പുള്ളി എന്താ ഈ തുലാഭാരത്തിന് പൊങ്ങാത്തെ? അല്ല, സംഭവം എന്താണെന്നറിയോ? ഡയലോഗിന്റെ പഞ്ചായത്ത്. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇതിന്റെ പഞ്ചെന്നാന്ന് ഞങ്ങൾക്ക് അറിയണമല്ലേ. കട്ട് നോക്കിയിട്ടായിരുന്നോ ഇവിടെ ഈ പൊങ്ങുന്നില്ല പൊങ്ങുന്നില്ലെന്ന് പറഞ്ഞത്? ഇത് കാര്യം എന്തെന്നറിയോ? ഈ റിസർവ് ബാങ്കിലെ നാസിക്ക് മറ്റേ കമ്മട്ടം ഇല്ലേ, ആ കമ്മട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആണ്. ഞാൻ ആകപ്പാടെ 40 കിലോ ഉള്ളൂ. ഈ 50 കൂടെ 90 കിലോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ പറയുന്ന ഡയലോഗിന് പ്രസക്തി ഇല്ലാതായി പോവും. അതല്ലേ അത് നിങ്ങളെ അത് ആവശ്യമില്ല. അതുകൊണ്ടാണ് പവിത്ര ഈ മാരാര് കേസ് അപ്പിയർ ചെയ്യുകയും ചെയ്യും, MK മേനോനെ പുഷ്പം പോലെ കൊണ്ടുവരികയും ചെയ്യും. അതിന് നീ ഇപ്പൊ ഇവിടെ പറയുന്നത് നരസിംഹം അല്ലേ? നരസിംഹം ഇത് 6-ാം തമ്പുരാനല്ലേടാ? ഇത് പിള്ളല്ലാണ്ട് 6-ാം തമ്പുരാൻ ഇടയ്ക്ക് വന്നിട്ട് ഈ നരസിംഹം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? നീ അല്ല, ഇത് 6-ാം നരസിംഹം അല്ലേ? ഇത് ഇല്ല,
പക്ഷെ ഇതിപ്പോ സംഭവം എന്താണെന്നറിയോ ആ. ഈ എല്ലാ സിനിമകളും ഒരേ പാറ്റേൺ അതുകൊണ്ടാണ് എനിക്ക് കൺഫ്യൂഷൻ അടിക്കുന്നത് അതങ്ങനെ എല്ലാം ഒരു പാറ്റേൺ അല്ലേ ഇപ്പൊ തന്നെ ഈ ഭാരതപ്പുഴ മറ്റേ പുറത്തിനകത്തുണ്ട് ഈ മറ്റേ കോവിലെ കൊണ്ടല്ല അത് 2 സിനിമയ്ക്കകത്തുണ്ട് അങ്ങനെ കൺഫ്യൂഷൻ ആണ് എന്തോ ചെയ്യിപ്പോ ഞാൻ വന്നിട്ട് ഒരു കാര്യമില്ല, സീനൊന്നുമില്ല. നിങ്ങൾ ഇല്ല, അങ്ങനെ പറയില്ലേ ആ. അങ്ങനെ പറയില്ലേ എനിക്ക് ഡയലോഗ് പറഞ്ഞില്ലേ ശമ്പളം കിട്ടത്തില്ല ഒരു കാര്യം ചെയ്യാം ആ. എന്തായാലും നിങ്ങൾ ഉത്സവം നടത്തിയല്ലേ മാരാർ ഉത്സവത്തിന് വന്നു പിന്നെ ഡൽഹി കിടക്കുന്ന മാരാര് ഉത്സവം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ പട്ടിക്കാട്ടിലോട്ട് വരാൻ പോലും നീ ഇറങ്ങി പോയാ ഈ കോസ്റ്റ്യൂം കൊണ്ട് കൊടുക്കുമ്പോ ആ പുള്ളിയുടെ വായിരിക്കുന്ന തെറിയും കേൾക്കണം എന്റെ ദൈവം ഇനി ഒരു കാര്യം ചെയ്താലോ എടാ ഈ നരസിംഹം സിനിമ ഇവിടെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ ഇപ്രാവശ്യം ആരും എടുത്തിട്ടില്ല. അടുത്ത ഷെഡ്യൂളിൽ ചിലപ്പോ നമ്മൾ എടുക്കും. മതി അങ്ങനെയാണെങ്കിൽ ഈ ഷെഡ്യൂൾ ഞാൻ ഇവിടെ കളിച്ച് വെച്ചുതരാം അപ്പൊ നിങ്ങൾ അടുത്ത ഷെഡ്യൂൾ കളിക്കുമ്പോൾ ഇത് എടുത്തായിട്ട് ഇവിടെ എഡിറ്റ് ചെയ്താലോ ഞാൻ പറയട്ടെ, എനിക്ക് മീറ്റ് അടിക്കണം എനിക്ക് ശമ്പളം വേണ്ട, എന്തൊരു സംഭവം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്താ ഇത് തലേ കെട്ടിക്ക് ഞാൻ പറ അങ്ങോട്ട് തലേ കെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞ് കേൾക്കാതെ കിടന്ന് അതും ഇതും പറയല്ലേ ആ മുഖം നീ ഇങ്ങനെ പിടിച്ചേ എങ്ങനാ നീങ്ങനെ പിടിച്ചേ എത്തട്ടാതി ഞാൻ ഇങ്ങനെ ആ കോക്കറി കാണിക്കാം അല്ലെങ്കിൽ ആ മുണ്ട് മുടക്കി കുത്തിക്ക് ഈ ആ കട്ടി ആദ്യം അഴിച്ചു കളയാം. ഇത് ആദ്യം മറ്റേ നീ ഇപ്പൊ ആരാന്നറിയോ ആരാ? ഭീമന്റെ നീ ഇപ്പൊ എന്റെ വലങ്കയ്യാണ് അപ്പുക്കുട്ടി നമ്പിയാ ഉള്ളോ ഞാൻ അടിക്കാൻ പറയുന്നു അപ്പം കയറി അങ്ങ് അടിച്ചാ മതി അടിച്ചു നിർത്തണ ഈ പരീക്ഷകളെ വരണം മിസ്റ്റർ ഇന്ത്യയോടാൻ കുറച്ച് നാളായി എന്റെ കയ്യും കാലൊക്കെ നോക്കിട്ട് ഓ എന്റെ ദൈവമേ നീ ദൈവത്തെ ഓർത്ത് ഇന്ന് അരസുമുഖം അങ്ങ് വിടറാ നീ 6-ാം നമ്പറിന്റെ ഞാൻ ഡയലോഗ് പറഞ്ഞില്ല ഈ സിനിമകളെല്ലാം ഒരു പാറ്റേൺ കൊണ്ട് എനിക്ക് ആകപ്പാടെ കൺഫ്യൂഷൻ അടിക്കുന്നതാണ് നരസിംഹമല്ല. 6-ാം നമ്പർ 6-ാം നമ്പർ വീട് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എന്തായി കോലം പൊളിക്കുന്ന കാര്യം കോലവും അല്ല കോലകം പൊളിക്കുന്ന കാര്യം അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഫസ്റ്റ് ആയിരുന്നു. ഇത് climax ക്ലൈമാക്സ് സീനാണിത് ഞാൻ അടിക്കാൻ പറയുമ്പോ നീ അടിച്ചാൽ മാത്രം മതി ഡയലോഗ് വേണ്ട ഡയലോഗ് എല്ലാം കഴിഞ്ഞു പോയ സംഭവമാണത് ഞാൻ പറയുമ്പോ നീ അങ്ങ് അടിച്ചോണം അവിടുന്ന് ഓക്കെ. അടിച്ചു ഓടിക്കണ ഈ പരീക്ഷകളെ ഓക്കേ ടാറുകൊടുത്തടിക്കട ടാറുകൊടുത്തടിക്ക ചൊരി തണ്ണത് ചൊരുവെങ്കിൽ ഇത് അടിക്കാൻ പറ്റത്തോളൂ എടാ ദൈവത്തെ ഓർത്ത് നീ അതെങ്ങനെ ഉടുത്തിട്ടൊന്ന് അടിക്കാൻ നോക്കണം അവനെ അടിച്ചെങ്കിലല്ലേ സിനിമ പോത്തോളൂ ഞാനിപ്പോ പൊട്ടിപ്പിടിച്ചിരിക്കുന്നത് മറുത് കൊടുത്തിട്ട് ഞാൻ അടിച്ച് കാണിച്ചു തരാം അണ്ണ മാറ് വെയിറ്റ് അണ്ണ അടക്കോ ഓക്കെ അണ്ണോ അണ്ണാ ഞാൻ എവിടെ ഞാൻ എവിടാണ്ടാ പോയെന്ന് പിന്നെ അണ്ണ ഇത് ഡബിൾ മുണ്ടായിട്ടാണ് ഇന്ന് പിടിയേണ്ടത് എങ്ങനെയല്ല കൊടുക്കുന്നത് നീ അപ്പുറത്ത് ആ മൂലയ്ക്ക് അങ്ങനെ പോയിട്ട് നീ മുണ്ടെടുത്തോട്ട് ഓടിയാ അടിക്കാൻ പറ്റത്തോളൂ അതത്രേ നീ പോയി മുണ്ടെടുത്തോളൂ എടോ അപ്പം തമ്പുരാനെ ജഗന്നാഥന് മുണ്ടെടുത്ത് അടിക്കുന്നവരെ ഇഷ്ടം. കൂടെ കുറച്ചുകൂടെ മുണ്ടെടുക്കാൻ അറിയാവുന്നവരെ വിളിച്ച് കൂടെ നിർത്ത്. എനിക്കത് മനസ്സിലായി എന്റെ കൂടുതലുള്ള ശപ്പന്മാരെ കൊണ്ട് നടക്കത്തില്ലെന്ന് മനസ്സിലായി അതുകൊണ്ട് ഞാൻ പുറത്തു നാളെ ഇറക്കിയിട്ടുണ്ട് എന്റെ അരുമ ശിഷ്യൻ ചെങ്കളം മാധവൻ അപ്പാ നീ വന്നുവല്ലേ? ഐസ് കിറ്റുള്ളതല്ലോ പിന്നെ അനീഷ് വിളിച്ചു ഐസ് കിറ്റിലാണ് നീ കേറി വരുമ്പോ ഞാൻ അങ്ങനെ ചോദിക്കുന്നതാണ് ഇത് ഉള്ളതാണത് സിനിമയ്ക്കകത്തുള്ളതാണ് അങ്ങനെ ചോദിക്കുന്നതാണ് നീ ഒന്നുകൂടെ വിളിച്ചേ അപ്പാ നീ വന്നുവല്ലേ? അപ്പന്റെ കളരിക്കറി ഒരുത്തൻ ആളായിട്ടുണ്ടെങ്കിൽ അത് ഈ ചെങ്കളം മാധവന്റെ കൈത്തരിപ്പ് മാറ്റാൻ വേണ്ടി മാത്രമായിരിക്കും. ആരാന്ന് ചെങ്കളം മാധവൻ അയ്യോ ഞങ്ങളുടെ മോഹൻലാലിന്റെ ഒപ്പം ഇത് മാച്ച് ആവൂലട്ടാ ആവൂല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കട്ടെ. എന്റെ കൊച്ചെ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളു. ഞാൻ ആദ്യം ക്യാരക്ടർ ഒന്ന് ആവായിക്കട്ടെ, പിന്നെ ഞാൻ എന്നെ വളർത്തിക്കൊള്ളാം. ഇപ്പൊ ഫ്രീ ആണ് എന്തേ ഈ മുണ്ടിന് തലേന്ന് നീ ഒന്ന് പോയടോ പോയടോ. മുണ്ടെടുത്തെങ്കിലും അടിക്കാൻ പറ്റത്തോളൂ നമുക്ക് എന്തേലും കളിയിൽ ഏർപ്പെടാം. മഞ്ചാടിക്കുരു അളവാ അവരെ കളി തുടങ്ങിയിട്ടുണ്ട് ചെന്ന് ചോദിക്കേ ചോദിച്ചാ തന്നില്ലെങ്കിലോ എന്തോന്നു മഞ്ചാടിക്കുരു എടാ മഞ്ചാടിക്കുഴി ചോദിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്താ ചോദിക്കേണ്ടത്? എടാ നീ അവിടെ ചെന്നിട്ട് കാലും കൊണ്ട് കയറ്റി വെച്ചിട്ട് അവന്റെ മുഖത്ത് നോക്കി ചോദിക്കണം ഞാനും കൂടെ കൂടിക്കോട്ടെ കളിക്ക് അതാണ് ഡയലോഗ്. അത് ഞാൻ കിടക്കണം. കാലും കാലി കയറ്റി വെച്ച് ഓക്കേ. മുഖത്ത് നോക്കി കേട്ടോ ചെങ്കളം മാധവൻ, നിന്നെ കുറിച്ച് ഞാൻ കേട്ടു, നിന്റെ വരവും ഞാൻ പ്രതീക്ഷിച്ചു. ഞാനും കൂടെ കൂടണ്ടേ കളിക്കാൻ ഞാനും കൂടെ കൂടണ്ടേ ഞാനും കൂടെ കൂടണ്ടേ കളിക്കാൻ
ഇപ്പോ എന്നാ അപ്പച്ച നീ ഏതാണ്ട് കൈ നിട്ടുണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ കയ്യിൽ നിന്ന് മൊത്തം പോകാനുള്ള ആദ്യം ഇതൊന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്യട്ടെ എന്നിട്ടേ കഴിഞ്ഞിട്ടുള്ള എടാ ഞാനും ഇതാണോ ഡയലോഗ് പറയേണ്ടത്? പിന്നെ ഏതാ ഞാനും കൂടെ കൂടട്ടെ ഈ കളിക്ക്. ആദ്യം എന്നെ അവര് ചേർക്കട്ടെ പിന്നെ അപ്പനെ ഞാൻ വിളിച്ചോളാം കേട്ടോ. എടാ എന്നെ ചേർക്കുന്ന കാര്യമല്ല പറഞ്ഞത്, നീ അവിടെ ചെന്ന് പറയേണ്ട ഡയലോഗാ പറഞ്ഞത്. എന്നെ കൂടെ കൂടട്ടെ ഈ കളിക്ക്. എന്നെ കൂടെ കൂടട്ടെ, ഞാനും കൂടെ കൂടട്ടെ, ഞാനും കൂടെ കൂടണ്ടേ കളിക്ക്, ഞാനും കൂടെ കൂടണ്ടേ, ഞാൻ സത്യം പറയട്ടെ, സത്യം പറഞ്ഞ ഈ സ്കിറ്റിൽ എന്റെ ആവശ്യം ഇല്ല. നീ വന്ന് ഇവിടെ കളിച്ചപ്പോഴല്ലേ അത് മനസ്സിലായത്? അതെ, നിങ്ങൾ ഈ 3 പേരും കൂടെ കളിച്ച് കയറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ പൊക്കൂട്ടെന്നാ. അല്ല ഇനി വാ ഞാനേ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഞാനും കൂടെ കൂടട്ടെ കളിക്ക്. ഒരു 50 പ്രാവശ്യം അവിടെ പേരുന്ന് എഴുതി പഠിച്ചിട്ട് പാ. ഞാനും കൂടെ കൂടണ്ടേ കളിക്ക്. ഹലോ ഞാനും ഹലോ ഓ ഇപ്പൊ ഫ്രീ ആണോ? ഫ്രീ ആണ്. ഈ മുണ്ടിന്റെ തല ഒന്ന് പിടിയാലേ ഉടുക്കട്ടെ. ഒന്ന് പോയേ കണ്ടണ്ടേ. ഏതൊക്കെ വേണ്ടേ? ഞാനും കൂടെ കൂടണ്ടേ കളിക്ക്. ഈ 6-ാം തമ്പുരാൻ മാറ്റി നരനാക്കിയാല അതെന്തിനാ? അതിനകത്താകുമ്പോ ഭീമന്റെ ഒരു മുണ്ടില്ല നിക്കറ് മാത്രമേ ഉള്ളൂ, അത് വെച്ച് നമുക്ക് അടിക്കാം. ഈ തലയൊന്ന് പിടിച്ചു എന്റെ ദൈവം ഒരുത്താണ് മുണ്ട് കൊടുത്തോണ്ട് നടക്കുന്നത്. ദേ കിടക്കുന്നു. അയ്യോ ഹലോ ഹലോ. അപ്പഴാണ് ഞാൻ നോക്കണേ പള്ളക്കൂട്ട് കൊടുത്തു. ഞാൻ ഒരു വിധം കറക്റ്റായിട്ട് പഠിച്ചിട്ട് വരുവാ. ഞാനും കൂടെ കൂടണ്ടേ കളിക്ക്. ഞാനും കൂടെ കൂടണ്ടേ കളിക്ക്. ഞാനും കൂടെ ഇനി ഞാൻ അപ്പൊ നമുക്ക് തിരുവാഭരണ കൈമാറി പുഴക്കര കിടന്ന് അടി ഉണ്ടാക്കിയാലോ? വേണ്ട. എന്തിന്? എന്റെ കൂട്ടത്തിൽ കിടക്കുന്നവന്മാരെ കണ്ടായിരുന്നോ? നിൽക്കുന്നു ഒരുത്തനാണെന്നുണ്ടെങ്കിൽ അമരത്തിലെ മാത് കിടക്കുന്ന പോലെ കിടക്കുക കേട്ടോ. ഒരുത്തന്റെ മുണ്ടിന് തലപ്പും തപ്പിക്കൊണ്ട് നടക്കുക അവിടെ കേട്ടാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അപ്പൊ നമുക്ക് പുഴക്കരയിൽ അടി ഉണ്ടാക്കണം, തിരുവാഭരണം വാങ്ങിക്കണം, എനിക്ക് തലയും വെട്ടണം. എന്റെ പൊന്നു നീ ആദ്യം വന്നപ്പോ പറഞ്ഞായിരുന്നല്ലോ സമാധാനത്തിന്റെ പാതയിലോട്ട് പോകാന്ന്. നമുക്ക് ആ സമാധാനത്തിലൂടെ അങ്ങ് പോയാലോ? അപ്പൊ പറഞ്ഞിട്ട് അപ്പൊ സമ്മതിച്ചില്ലല്ലോ. ഇനി അത് വേണ്ട, ഇനി അടിയും വഴക്കുമെങ്കിൽ അടിയും വഴക്കും. അയ്യോ അത് പറ്റത്തില്ല പൊന്നു അത് പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യ്, നീ ഉത്സവം നടത്തിക്കോ, ഞാൻ നിന്റെ കൂടുതൽ നിന്ന് വരാം. മനസ്സിലായില്ല? ഈ ഉത്സവം നടത്തുന്നു, അത് നമ്മൾ കൊടിയേറ്റുന്നു, 10 ദിവസം ഉത്സവം, അങ്ങനെ നമ്മൾ ഗാനമേള നടത്തുന്നു, ഗാനമേളയ്ക്ക് നമ്മളെല്ലാം കൂടെ അർവാദിക്കുന്നു, അടിച്ചു പൊളിക്കുന്നു. അപ്പൊ 12-1 മണി വരെ ഡാൻസ് കളിക്കുന്നു. അപ്പാ ഇത് വന്നേ. നമ്മൾ ഈ 12-1 മണി വരെ നമ്മൾ ഡാൻസ് കളിച്ച് കുഴയുമ്പോഴേ അവൻ നമ്മളെ വാരിയിട്ടടിച്ചിട്ട് പോകുന്നു. നീ ഏത് കാലത്താടാ ജീവിക്കുന്നത്? എടാ ഇപ്പൊ ഉത്സവകാലമല്ലേ? ഈ ഉത്സവകാലത്ത് ഇപ്പോഴത്തെ നിയമം നിനക്കറിയാവോ? എന്തോന്ന്? 10 മണി വരെ ഉള്ളൂ മൈക്ക് സാങ്ഷൻ. 10 മണി കഴിഞ്ഞ് പരിപാടി നടത്തുമ്പോ ഇവനെ പോലീസ് പിടിച്ചോണ്ട് പോത്തില്ലേ? അത് കഴിയുമ്പോ പിന്നെ നമ്മളല്ലടാ ഉത്സവം നടത്തുന്നത്. അപ്പൊ ഉത്സവം നമ്മൾ അടിച്ചു പൊളിക്കും. അപ്പോഴത്തേക്കിന് ഞാൻ പറക്കും, നിങ്ങൾ വെറും 0. ആയുസിന് വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചോളൂ. ആയുഷ്മാൻ ഭവ. ഞാനും കൂടെ കൂടട്ടെ കളിക്കാൻ. ശരിയാക്കിയില്ല. അപ്പൊ മുണ്ടും കെട്ടി കിട്ടി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്തല്ല, അടി ഉറങ്ങിയാലോ? അടി ഉറങ്ങണ്ട, ഏതായാലും ക്ലൈമാക്സ് അല്ലേ? നമ്മൾ രണ്ടും ഒരുമിച്ച സ്ഥിതിക്ക് നമുക്കിനി ഈ ഉത്സവം അടിച്ചു പൊളിച്ചങ്ങ് തീർച്ചയാക്കാം. എന്നാ ഓക്കേ. കാവടി കടകം കുണ്ടല കവച കിരീടം ചൂടി തിരുകോലം കെട്ടിയൊരുങ്ങി കുലദൈവത്താര് വടമലമുടി ചിക്കിയുണക്കി വാൽക്കണ്ണിൽ ചെമ്പൊരു ചിന്തി വടമലമുടി ചിക്കിയുണക്കി വാൽക്കണ്ണിൽ ചെമ്പൊരു ചിന്തി വരുന്നേ പെരുമാട് വന്നേരിക്കോലം വാഴണ